പ്രതിപക്ഷത്തിന്റെ വായ മൂടിക്കെട്ടിക്കൊണ്ട് ചുളുവിൽ വഖഫ് ബില്ല് നിയമമാക്കിയെടുത്തു. രാഷ്ട്രപതിയുടെ ഒപ്പം കിട്ടി പ്രതിപക്ഷത്തെ മൂലക്കിരുത്തിയെന്ന് കരുതി ആശ്വസിക്കുമ്പോഴായിരുന്നു മോദിയുടെ മൂന്നാം തൂണായ നിതീഷ് കുമാറിന്റെ പാർട്ടിയിൽ നിന്നും ഒരു വൻപട വഖഫിനെ എതിർത്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. ആവുന്നതും തടഞ്ഞു നിർത്താൻ നോക്കിയെങ്കിലും ഒന്നും നടന്നില്ല. രാജിവെച്ച നേതാക്കന്മാർ പടിയിറങ്ങി. നമുക്കറിയാം, സ്ഥിരം കാലുവാരിയായ നിതീഷ് കുമാർ ഇറങ്ങിയാൽ മോദിക്ക് പിന്നെ ഭരിക്കണമെങ്കിൽ കൂലിക്ക് ആളെ ഇറക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ. നിതീഷ് കുമാറിനെ വഖഫിനെ പിന്തുണച്ചു എന്ന പേരിൽ വരിഞ്ഞു മുറുക്കുകയാണ് നേതാക്കൾ. അതും ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കവെയാണെന്ന് കൂടി ഓർക്കണം. ജെഡിയു തർക്കം സുപ്രീം കോടതി വരാന്ത വരെ എത്തി നിൽക്കുന്നു. പാർലമെന്റിൽ വഖഫ് ബില്ലിനെ അനുകൂലിച്ചതിനെ ചൊല്ലി ജെഡിയുവിൽ കലഹം രൂക്ഷമായി. പാർട്ടി പിന്തുടർന്നു വന്ന മതനിരപേക്ഷ നിലപാടിൽ ബി.ജെ.പിക്ക് വേണ്ടി ചില നേതാക്കൾ വെള്ളം ചേർത്തുവെന്നും കൂടിയാലോചനകളില്ലാതെ തീരുമാനങ്ങൾ എടുത്തു എന്നുമാണ് വിമർശനം. വഖഫ് ഭേദഗതിക്കെതിരെ ജെഡിയു നേതാവും ന്യൂനപക്ഷ സംവരണ മുന്നണി പ്രസിഡന്റുമായ മുഹമ്മദ് പർവേസ് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. പാർട്ടിയുടെ അഭിപ്രായത്തോട് യോജിക്കാത്തത് കൊണ്ടാണ് ഹർജി നൽകിയതെന്നും ജെഡിയുവിൽ തുടർന്നുകൊണ്ട് തന്നെ നിയമ പോരാട്ടം നടത്തുമെന്നും പർവേസ് സിദ്ദിഖ് പറഞ്ഞു. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് മുകളിൽ പാർട്ടി പിടിമുറുക്കുന്നുണ്ടെന്നും ആക്ഷേപമുണ്ട്. ഇക്കാര്യങ്ങളിൽ അതൃപ്തി അറിയിക്കാൻ നിതീഷിനെ കാണാൻ ഒരുങ്ങുകയാണ് ഒരു വിഭാഗം നേതാക്കൾ. ഈ വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നാണ് ആവശ്യം. വഖഫ് ബില്ലിൽ ജെഡിയുവിന്റെ നിലപാട് തീരുമാനിക്കാൻ യോഗങ്ങൾ ചേർന്നില്ല എന്നും കേന്ദ്രമന്ത്രി അടക്കം മുതിർന്ന ചില നേതാക്കൾ എടുത്ത തീരുമാനങ്ങൾ താഴെത്തട്ടിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നും നേതാക്കൾ പറയുന്നുണ്ട്. എല്ലാ വിഭാഗങ്ങളുമായും നല്ല ബന്ധം സൂക്ഷിക്കുന്ന നേതാവെന്ന പ്രതിച്ഛായയാണ് നിതീഷിനുള്ളതെങ്കിലും തിരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം വോട്ടുകൾ പാർട്ടിക്ക് കിട്ടാറില്ല എന്നാണ് ഡൽഹിയിലെ ജെഡിയു നേതാക്കളുടെ വാദം. മാത്രമല്ല, പ്രതിപക്ഷം ശക്തമല്ലാത്തതിനാൽ NDA സഖ്യകക്ഷികൾക്ക് വിലപേശൽ ശക്തിയില്ല എന്നും ബി.ജെ.പി പിണക്കേണ്ട എന്നും അവർ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജയ് ഝായും മന്ത്രി ലലൻ സിംഗും ഒക്കെ ഈ നിലപാടുകാരാണ്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ ഓരോ വോട്ടും പ്രധാനമാണ് എന്നാണ് മറുഭാഗത്തിന്റെ വാദം. തർക്കങ്ങൾക്കിടയിൽ മുസ്ലിം നേതാക്കളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ബീഹാറിൽ പാർട്ടി ശ്രമം തുടങ്ങിയിട്ടുണ്ട്. വഖഫ് കാരണം NDA സർക്കാരിനെ താങ്ങി നിർത്തുന്ന ബീഹാറിലെ ജെഡിയു, ആന്ധ്രാപ്രദേശിലെ തെലുങ്കുദേശം പാർട്ടി എന്ന TDP അവർ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വഞ്ചകരായി മുദ്രകുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ബീഹാറിലെ 17% വരുന്ന മുസ്ലിം ജനവിഭാഗം ജെഡിയുവിന്റെ ശക്തമായ വോട്ട് ബാങ്കാണ്. 50 നിയമസഭാ സീറ്റുകളിൽ ആരാണ് വിജയിക്കുക എന്ന് പോലും തീരുമാനിക്കുന്നത് ന്യൂനപക്ഷങ്ങളാണെന്ന് സാരം. ബി.ജെ.പിക്കൊപ്പം കൂടി ജെഡിയു ന്യൂനപക്ഷങ്ങളെ വഞ്ചിച്ചു എന്നാണ് ബീഹാർ ജനത ഒറ്റക്കെട്ടായി പറയുന്നത്. 6 മാസത്തിനിപ്പുറം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കവേ മുസ്ലിം വിശ്വാസികളും മുസ്ലിം മതത്തിൽ നിന്നും സുപ്രധാന നേതാക്കന്മാരും ജെഡിയുവിൽ നിന്നും പടിയിറങ്ങി. ഇത് നിതീഷ് സർക്കാരിന്റെ അടിത്തറ തോണ്ടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.